നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിന്റെ പുതിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, അതിന് ആവശ്യമായ സെറ്റ് ബാക്കുകളും മറ്റ് നിയമങ്ങളും. അപ്പോൾ ഈ ഗ്രൂപ്പ് ബിയിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ കെട്ടിടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 200 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ ബിൽട്ടപ്പ് ഏരിയ ഉള്ള സ്കൂളുകൾ, കോളേജുകൾ, ഡേ കെയർ, വിദ്യാഭ്യാസ ഗവേഷണ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ കെട്ടിടങ്ങളോടനുബന്ധിച്ചുള്ള ലൈബ്രറികൾ, മതവിദ്യാഭ്യാസത്തിനായുള്ള സൺഡേ സ്കൂൾ, മദ്രസകൾ പോലുള്ളവയും കൂടാതെ 200 ആളുകളെ വരെ ഉൾക്കൊള്ളാവുന്ന വിദ്യാഭ്യാസ അനുബന്ധ അസംബ്ലി കെട്ടിടങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 200 സ്ക്വയർ മീറ്റർ വരെയുള്ള വിദ്യാഭ്യാസ കെട്ടിടങ്ങൾ എങ്ങനെയാണ് നിയമങ്ങൾ? അപ്പോൾ അതിനെപ്പറ്റി പറയാം. ഇവയെല്ലാം 200 ചതുരശ്ര മീറ്ററിൽ കുറവാണെങ്കിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ച എല്ലാ അനുബന്ധ കെട്ടിടങ്ങളും ഗ്രൂപ്പ് A1 റെസിഡൻഷ്യൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അതായത് 200 സ്ക്വയർ മീറ്ററിൽ കുറഞ്ഞ വിസ്തൃതിയുള്ള വിദ്യാഭ്യാസ കെട്ടിടങ്ങൾ നിയമങ്ങൾ പാലിക്കേണ്ടത് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതായത് A1ന്റെ നിയമങ്ങളാണ് പാലിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സെറ്റ് ബാക്ക് പറഞ്ഞാൽ അത് എങ്ങനെ? ദേശീയപാത, സംസ്ഥാന പാത, ജില്ലാ റോഡുകൾ 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 220B പ്രകാരം വിജ്ഞാപനം ചെയ്ത മറ്റ് റോഡുകൾ, 6 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വിജ്ഞാപനം ചെയ്യാത്ത റോഡുകൾ എന്നിവയിൽ നിന്നും പാലിക്കേണ്ട കുറഞ്ഞ അകലം 3 മീറ്ററാണ്. പ്ലോട്ടും റോഡും വ്യത്യസ്ത വിധാനത്തിലുള്ള കെട്ടിടത്തിലേക്ക് റോഡിൽ നിന്നും വഴിയായി മേൽക്കൂരയില്ലാത്ത റാമ്പ്, പാലം, പടികൾ തുടങ്ങിയവ ഒരു നിലയിലേക്ക് മാത്രം ഈ 3 മീറ്ററിനുള്ളിൽ അനുവദനീയമാണ്. സൺഷെയ്ഡ്, റൂഫ് പ്രൊജക്ഷൻ എന്നിവ 75 സെന്റിമീറ്റർ വരെ അനുവദനീയമാണ്. 6 മീറ്ററിൽ താഴെ വീതിയുള്ള വിജ്ഞാപനം ചെയ്യാത്ത റോഡിൽ നിന്നും കെട്ടിടത്തിലേക്കുള്ള കുറഞ്ഞ അകലം 2 മീറ്റർ മതിയാവും. 75 മീറ്റർ നീളത്തിൽ കൂടാത്ത ഇടവഴികളിൽ നിന്നും കെട്ടിടത്തിലേക്കുള്ള കുറഞ്ഞ അകലം 1.5 മീറ്റർ മതിയാവും. പക്ഷേ കെട്ടിടത്തിന്റെ ഉയരം 7 മീറ്റർ വരെ ആയിരിക്കാം. ഇനി കെട്ടിടങ്ങളുടെ ഉയരം എങ്ങനെയാണ് കണക്കൂട്ടുക? സ്ഥലത്തിനോട് ചേർന്ന റോഡിന്റെ വീതിയുടെ ഇരട്ടിയും